പ്രേക്ഷകരെ, ഒടുവിൽ പത്രമാറ്റിൽ ആ അത്ഭുതം സംഭവിക്കുമോ? അതെ, നമ്മുടെ ദേവയാനിയും നയനയും ഒന്നാകുമോ? അതിനുള്ള സൂചനകളാണ് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന. നമ്മുടെ മുത്തശ്ശനെ പരിചരിക്കാൻ നമ്മുടെ നയനയ്ക്കൊപ്പം തന്നെ നമ്മുടെ ദേവയാനി വരുന്നതും, നമ്മുടെ നയനയും ദേവയാനിയും മത്സരിച്ച് മുത്തശ്ശനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പതിവ് പോലെ തന്നെ നമ്മുടെ ജലജയുടെയും അബിയുടെയും ആ ഒരു പതിവ് കുശുമ്പും കുന്നായ്മയും നമ്മുടെ നയനയും നവ്യയും പുറത്താക്കാനുള്ള സകല പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എവിടെയും തോൽക്കുന്നില്ല, വീണ്ടും വീണ്ടും പ്ലാനിങ് തന്നെയാണ്. അവസാനം പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. നമ്മുടെ കനകയുടെ അടുത്ത് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുക ബാധ്യത നിൻ്റെ മകളാണ്, അതായത് നയനയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അവിടെ ദേവയാനിക്ക് മുഴുവനായിട്ട് അങ്ങനെ ദേഷ്യം മാറിയിട്ടില്ലെങ്കിലും കുറച്ചായിട്ട് ആ ഒരു മല ഉരുകുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദേവയാനി പതുക്കെ മാറുമായിരിക്കുമോ? അതിനിടയിൽ നമ്മുടെ എന്താ പറയുക ഒരു ജ്വല്ലറി ഡിസൈനേഴ്സ് നമ്മുടെ അനന്തപുരിയിലേക്ക് വരികയും നമ്മുടെ ആദർശ് കാണിച്ച ഡിസൈനൊന്നും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ നമ്മുടെ അബിയോട് പറയുന്നുണ്ട്, ഇവിടെ നീയായിരിക്കണം സ്റ്റാർ, നീ നല്ലോണം വരച്ച് അവരുടെ ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റിയൊക്കെ വേണം, അപ്പം നീ പൊക്കത്തോട്ട് പൊയ്ക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അബിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അബിക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ നയനയാകുമോ ആ ഒരു ജ്വല്ലറിക്കാല് കയ്യിലെടുക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ അനന്തപുരിയിൽ വീണ്ടും നയനയുടെ സ്ഥാനം പടി ഇങ്ങനെ കൂടി വരും. എന്തായാലും അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ദേവയാനി നയന ബന്ധം പതുക്കെ എങ്ങനെയായി തീരും, അതാണ് കേട്ടോ പ്രേക്ഷകരിങ്ങനെ കാത്തിരിക്കുന്നത്. എന്നാലല്ലേ നമ്മുടെ ആദർശം നയനയുടെ തടുക്കുകയുള്ളൂ അല്ലെ പ്രേക്ഷകരെ? എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.